വെൽക്കം ബാക്ക്. ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ല പറഞ്ഞാൽ മഴയൊക്കെ ആയിട്ട് മഴയൊക്കെ കൊണ്ട് കറണ്ട് ഇല്ല. അപ്പം എന്തായാലും വൈകുന്നേരം കറണ്ട് ഉള്ളൂ. സോ ഒന്നാമത്തെ നമ്മുടെ ഫോണിൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഫുൾ ഓഫ്ലൈൻ വൈബാണ് കേട്ടോ. ഓഫ്ലൈൻ വൈബ് പറയുമ്പോൾ നമ്മൾ നേച്ചറായിട്ട് അങ്ങോട്ട് അല്ലേ നേച്ചറായിട്ട് ഇന്ന് ഫുൾ ഡേ നമ്മൾ നേച്ചറിനൊപ്പം ആയിരിക്കും കേട്ടോ. ഞങ്ങളെന്തായാലും നമ്പറും ഇല്ല, ഇവന്റെ ഫോണാണെങ്കിൽ അവിടെയോ. ഞങ്ങളെന്തായാലും 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ജാക്കറ്റ് ഉള്ളൂ, ബാക്കി എല്ലാവരും മറ്റേ റെയിൻകോട്ടൊക്കെയാണ്. റീനോ നമ്മളിതിന് 10 പ്രാവശ്യം വന്നിട്ടാ? നമ്മള് 3 വട്ടം വന്നിട്ടുണ്ട്. നമ്മള് രണ്ടാമത്തോട്ടോ. ഓക്കെ ഞങ്ങൾ രണ്ടാമത്തോട്ടാണ്. ഫസ്റ്റ് ഞാൻ ഇവന്റെ കൂടെ വന്നത്. മഴക്കാലം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വഴുക്കലുണ്ട്. വെള്ളം കരുകാണ്ടില്ലേ, ഇപ്പോഴാണ് കുറച്ച് കര കിട്ടിയത്. നല്ല മേലെ നല്ല രീതിക്ക് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വൈബ്. ഞങ്ങളിപ്പോൾ സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടോ, ഇവിടെ ഒരു ഗുഹയുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോവാം. അതാണ് ഗുഹ. പോകുമ്പോൾ കുറച്ച് ചടങ്ങൊക്കെയാണ്, എന്തൊക്കെയുണ്ട് കാലിലൂടെയൊക്കെ. കാണണ്ട, അതിനുള്ളിൽ പോയി ഞങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ട് അല്ലേ, ഉള്ളിൽ പോയി ലേശം പേടിയുണ്ട്, അതുകൊണ്ട് മാത്രം പോണില്ല. എന്തെങ്കിലും ഞങ്ങളെ കടിച്ചിട്ട് നമുക്ക് വീട്ടുകാർക്ക് നഷ്ടം. ഓടറാ പോയി. നമുക്കിനി വീണ്ടും നമ്മുടെ മേലിക്കുള്ള സവാരി തുടങ്ങാം. ഓട് ഓട് ഓട്. വഹിയും സമാവാത്തും ബുറാക്കി വഴുക്കും വഴുക്കും വഴുക്കും. വഹിയും സമാവാത്തും ബുറാക്കിലായി. പുകയല്ല. എവിടെ? ഇതാണല്ലേ, ഇതുപോലെ ഒരുപാടെണ്ണം നമ്മുടെ മലയിൽ ഉണ്ട്. ചേരട്ടൻ്റെ ഒരു അൾട്ടിമേറ്റ് സൈസ് ക്രോസ് ബ്രീഡ് അല്ലേ. എന്തായാലും നമ്മളൊരു 50% മല എന്തായാലും കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 50 കഴിഞ്ഞാ 50 എത്തണേ ഉള്ളൂ. ഇപ്പം തന്നെ വെയ്യാണ്ടായി. ഇത്രയും കാലം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് ഇമോഷണൽ സ്ട്രെങ്ത് മാത്രം ഇല്ല എന്നാണ്, ഫിസിക്കലും ഇല്ല ഗൈസ്. അവൻ കുഴഞ്ഞു. നമ്മളെന്നാലും ജാക്കറ്റ് ഊരി വെക്കുക കേട്ടാ. ബാഗുള്ളതുകൊണ്ട് ജാക്കറ്റ് കയറി പിടിക്കേണ്ട ആവശ്യമില്ല. ചൂടേ ഇത്ര തണുപ്പോണ്ട് കാര്യം ഇത്രയും കയറിയില്ല, വേർത്തു. ഞാൻ വ്ളോഗ് എടുക്കണോണ്ട് ബാക്കി എല്ലാവരും പോയിട്ടോ. ഞാനും അഫ്സലും മാത്രമേ ലാസ്റ്റ് കയറി വന്ന്. നമ്മുടെ എല്ലാ കൂട്ടത്തിലുണ്ടാകും. നമുക്ക് എപ്പോഴും നമ്മുടെ സ്കൂളിൽ വിട്ട് ഇറങ്ങുമ്പോൾ ബാഗൊക്കെ എടുത്ത് വെയിറ്റ് ആക്കണ ഒരു സുഹൃത്ത്, അതുപോലെ ഒരുത്തനാണ് കേട്ടോ. അതെയാ നമ്മുടെ ഷൊയ്ബാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു അയ്യോ ഞാൻ ഇങ്ങനെ കയറും. നമുക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷനാ അല്ലച്ചാ ഒരു താല്പര്യ കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കണ്ടില്ലേ, അവന്മാരൊക്കെ അവിടെ എത്തി. നമ്മൾ വ്ളോഗ് ആരും വെയിറ്റ് ആക്കിയില്ല. ഇവനെ ഞാനാണ് വ്ളോഗ് എടുത്ത് വരുന്നുണ്ടായിരുന്നു. സുഹൃത്തെ, നീ ഇല്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വായോ. അയ്യോ വഴുക്കുണ്ട്, നല്ല വഴുക്കിലുണ്ട്. അതാണ്ടില്ലേ പാറയൊക്കെ. സുഹൃത്തെ, നീ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്? എന്തിന് പറയൂ. വഴി അറിയില്ലല്ലോ മോനെ, പറഞ്ഞ എനിക്ക് വഴി അറിയാ. ഇങ്ങനെ നുണ പറയല്ലേ. നീ ഞങ്ങളെ കെയർ ചെയ്യണി അത് പറഞ്ഞാൽ പോരെ. ഒറ്റ സുഖം. ഹായ്. നമ്മളെന്തായാലും ഇപ്പോൾ ഒരു മലൻ്റെ ഒരു 80% കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 70 അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പോണ മലപ്രദേശം പോലെ ഒരു കാടിനുള്ളിൽ കേട്ടോ. കാടിനുള്ളിൽ കൂടെ ചെറിയ വഴിയിലാട്ടോ. ഞാൻ കാര്യം കാണിക്കാൻ പറഞ്ഞു. നമ്മൾ കയറി വരാൻ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാൻ നോക്കാം. ഇതാണ് അതിൻ്റെ ബാത്റൂം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പോണ വഴിക്ക് ലേശം
ചെറിയ ഇതുള്ളത്. നമുക്ക് ഇനിയും പോണ വഴിക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചാൽ അത് കാണിക്കാം. ഗൈസ് നമ്മളിപ്പോൾ എന്തായാലും സമയത്ത് 2-3 മണിയാവുമല്ലേ? നോക്ക് ഗൈസ് അവിടെ നോക്കടാ, കണ്ടില്ലേ? നമുക്കിപ്പോൾ എന്തായാലും എന്തായാലും വേസ്റ്റ് ആയില്ല. ചെറിയ കോടയെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വീടിന് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്താണിത്. പക്ഷേ നമുക്ക് ഇത്ര ഈ കോട കിട്ടി നമ്മൾ പ്രതീക്ഷയില്ല. നമ്മളെന്തായാലും ഡബിൾ ഹാപ്പി അല്ലേ ഷുഹൈബേ? നീ ഹാപ്പി അല്ലേ? അവനെ കാണിക്കടാ, നീ ഹാപ്പി അല്ലേ? അതെ, നീ ഹാപ്പി അല്ലേ അഫ്സലേ? അതെ. ഓക്കെ. മഞ്ഞത്ത് ഞാനും അഫ്സലും ഷുഹൈബും മഞ്ഞുമൽ ബോയ്സ്. ഏതാല്ലേ ക്രിഞ്ച്? നമുക്കതൊന്നും ക്രിഞ്ചൊന്നും കാര്യമില്ല. നമ്മുടെ ലൈഫ് ക്രിഞ്ചാണ്. എങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കണം ഗൈസ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. ഷുഹൈബ് നീ മാറാ. ഗൈസ് മല ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് എത്താനായിരിക്കണം കേട്ടോ. കുറച്ചുകൂടി ഉള്ളൂ. കോട കൂടി വരുന്നുണ്ട്. സത്യം പറ ഭയങ്കര ഹാപ്പി ഗൈസ്. ഇതാണ് നമ്മളിപ്പോഴത്തെ വൈബ് കിട്ടാ. ടോപ്പ് എങ്ങനെയുണ്ടോന്ന് പ്രതീക്ഷ. നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 6 മാസം മേലെ അതിൻ്റെ കിട്ടാം. നോക്കാം വായോ. വഴുക്കുണ്ടോടാ? എന്റെയും വഴുക്കണില്ല ഇപ്പൊ തൽക്കാലത്തിന്. വഴുക്കി വീണാ പോയി. നമ്മുടെ മലന്റെ ടോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയിട്ടുണ്ട്. അതെ, കുറച്ചുകൂടി കയറാണ്ട്. ടോപ്പ് വ്യൂ നിങ്ങൾ കണ്ടിട്ട് പറയും. നമ്മളിപ്പോൾ ഏകദേശം എത്ര മിനിറ്റ്? 20 മിനിറ്റ് ആയിട്ടുണ്ടോ ട്രക്കിങ്? 20 മിനിറ്റ് 2 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത മേലായിട്ടൊന്നും ഉണ്ട് കേട്ടോ. ഗൈസ് ഒടുക്കത്തെ വഴിക്കുള്ള ഏരിയ കേട്ടോ. ഗൈസ് മഴക്കാലം കൊണ്ട് എല്ലാവരും വീട്ടിനുള്ളിൽ കയറി ഇരിക്കാൻ പറയില്ല, പക്ഷേ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മല എത്തണ മുമ്പുള്ളൊരു വ്യൂ ആട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ നാട് ഫുള്ള് കാണാതാണ്ടില്ല. അത് മൗണ്ട് സീന പറയുന്ന സ്കൂളാണത്. ഐ തിങ്ക്സ് മൗണ്ട് സീനി ആണ് കേട്ടോ. അത് കാണണ്ടാവില്ല അല്ലേ? ഓ സൂമാക്കാൻ പറ്റില്ല ഗൈസ്. അമ്മേ ഗൈസ് അവന്മാരെല്ലാവരും മേലെ കയറിയിട്ടാ. ഞങ്ങൾ 3 ആളും കൂടി എത്താനുള്ളൂ. എന്താ പറയുക, വ്യൂ കണ്ടില്ലേ? നോക്കിയാ ഗൈസ്. അഫ്സല നോക്കടാ. ഷുഹൈബ് നമ്മൾ വിളിക്കണ്ട് കേട്ടാ. ഷുഹൈബ് നമ്മളെ മേലെ വിളിച്ചു സീന സാധനം എന്നൊക്കെ പറഞ്ഞിട്ടാ. കണ്ടിട്ട് കുറേ വേണ്ടി കാണുമ്പോൾ ഒന്നുകൂടി പൊലിവായിരിക്കുന്ന എൻ്റെ ഒരു വിശ്വാസം. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൺ. വീഴല്ലേ വാ. ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഓടിക്കറി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഗാലറിയിൽ എങ്ങനെ കിടപ്പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് അഫ്സലേ നമ്മളെത്തി. ഷോയ് വന്നില്ലേ? ഇപ്പം ഞാൻ നടക്കണേ വഴിയിൽ കൂടെ ഒക്കെ കുറേ നടന്നിട്ട് ഗൈസ്. എന്തൊക്കെയായിരുന്നു പറയുന്നത്. ഈ വഴി കൂടെ ഓടിയിട്ടും ചാടിയിട്ടൊക്കെ ഒരുപാട്. ചെക്കനങ്ങണ്ട ആവശ്യനായി ഗൈസ്, ആവശ്യം. നമ്മൾ ഇപ്പം എത്ര മിനിറ്റ്? 20 മിനിറ്റ് മേലെ ട്രക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ കണ്ട ആ പയ്യന്മാരെ നിൽക്കാൻ അവിടെ നിന്ന് നമ്മൾ തിരിക്കാൻ പോണത്. ഇപ്പം നീ ഇതുവരെ കയറിയില്ല, നീ സംതൃപ്തനാണോ? ആണോ? നീ ഷുഹൈബേ? തീർച്ചയായിട്ടും. അത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ ഹൈപ്പ് അടിക്കരുത് കേട്ടാ. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ 50 രൂപയ്ക്ക് എണ്ണ, ഇത് 50 രൂപ പെട്രോള്. നമ്മൾ ഏറ്റവും ചെറിയ ചെലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടാ. നമ്മൾ വ്ളോഗറാണ്. ഈ ചേട്ടന്റെ വീട് നമ്മുടെ വീടിന്റെ അടുത്താന്ന് അറിയില്ലായിരുന്നു കേട്ടോ. എന്റെ വീട് തൃശ്ശൂര്. മൂന്നാണ് തൃശ്ശൂർ. മാങ്കുറിശി തന്നെയാണോ? പുതുനൂരൊക്കെയാണ്. മാങ്കുറിശിയൊക്കെ അവിടെയാണ്. പറയണമെന്നുള്ളൂ, സിനിമയില് ഓഡിയൻസിൽ പറഞ്ഞോളൂ. തേങ്കുറിശി ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഇനിയിപ്പോ കാണുമെന്ന് അറിയില്ല. കോടയൊക്കെ നിറഞ്ഞിട്ട് ആകെ ഉണ്ടായിട്ട്
വരലാവട്ടെ ഗൈസ്, ഫുള്ള് കോട. ചാനലോ? യൂട്യൂബിലാണ്. ഹേ റൈഹാൻ. ഇവിടെ റേഞ്ച് ഉണ്ടോ? റേഞ്ച് ഉണ്ടോ അവിടെ? നമ്മുടെ 4 ചേട്ടന്മാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊറേ നേരം നിങ്ങക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണിച്ചു തരാണ് നിൽക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? എന്റെ പോഞ്ഞു ഇപ്പറോ കോടയോ. നമ്മൾ ഊട്ടിയിൽ പോയപ്പോ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണത്തില്ല. നെല്ലിയാമ്പതി പോയി കാണുമോ? കാണത്തില്ല. എനിക്ക് അയ്യർമേലെ തന്നെ വരണം. ആ ചങ്ങായിമാര് പിന്നെ എല്ലാവിടെയും പോയി കമ്പനി ആവണോണ്ട് അവരവിടെയും കമ്പനി ഉണ്ട്. പൊളി പൊളി വൈവേഷ്. നല്ല മഴ, നല്ല കാറ്റ്, നല്ല കോട, നല്ല ഫ്രണ്ട്സ്. വേറെ എന്ത് പഠിച്ചു പോയവേ? അതൊക്കെ ഷെവിനെ മിസ് ചെയ്യണൂല്ലേ? ഷെവിയും കൂടി ഉണ്ടായ വ്ളോഗ് ഒന്നുകൂടി കളർ ചെയ്യുന്ന കേട്ടാ. ബട്ട് കേട്ടാ കോട പോണ കണ്ടില്ലേ? നമ്മള് പനി വരും. സത്യം പറയാം, എനിക്ക് 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. 1 ദിവസത്തെ അറ്റൻഡൻസ് പോകും. പക്ഷെ നമ്മളിതൊക്കെ പേടിച്ച് വീട്ടിലിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പടച്ചോൻ എന്തിനാ സൃഷ്ടിച്ചിരിക്കണത്? നമ്മളിതിനെ കാണാനൊക്കെ അല്ലേ. എന്താ മഴവില്ലോ എന്നൊക്കെ പറയുന്നൊരു സീനായിട്ടത് അല്ലേ? ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്, പെർപ്പിള്, നീല, വെള്ള. ഇത് അങ്ങനല്ല, കുറച്ച് അടിയിലേക്കോ. ഈ സ്ഥലം കണ്ടേ, ഈ പാറയും ഈ മരവും, ഇത് ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്നൊക്കെ പറയില്ലേ, അത് കണ്ടില്ല. അവിടെയൊക്കെ നമുക്കിപ്പോൾ കുറച്ച് വലിയ ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ ഒന്നും ഇല്ല കേട്ടോ നമുക്ക്, എന്നാലും അവിടെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ഈ കോടയൊക്കെ ഉള്ളപ്പോൾ ആളെയൊക്കെ ഇരുന്ന് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ പനി പിടിച്ചെടുക്കുക വേറെ കാര്യം. ബട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എൻ്റെ വോയിസ് നിങ്ങൾക്ക് എത്ര കേൾക്കണമെന്ന് അറിയില്ല, നല്ല കോടയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട്. ബട്ട് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാണ് ഗൈസ്. ഒരു 50 രൂപ അല്ല ഡാഫിന്, ഒരു 50 രൂപ എണ്ണ അടിച്ചിട്ട് ഞങ്ങൾ 50 ഇതാണല്ലേ അമ്മ 50 രൂപ അടിച്ചിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. ഒരുത്തൻ ബോഡി ഫ്ലെക്സ് ചെയ്യണു. ഇത് ആ ഓറഞ്ച് വെറും ആണോ, ഒരു ഉപകാരമില്ല, മനസ്സിലായി? അവനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, ശല്യമില്ല, അങ്ങനത്തെ ഒരു ഐറ്റമാണത്. ഇനോ കോട എന്താ അറിയാണ്ട്? നിന്റെ ഫോൺ ഒന്നുകൂടി അറിയാം. നിന്റെ ഫോൺ ക്ലാരിറ്റി പോരാട്ടറിയോ? നോക്കി തിളങ്ങണു. ഇത് തിളക്കം പോരാ കാര്യത്തില്. ഞാൻ എന്റെ എത്ര ബ്ലോഗ് കൈയൊക്കെ തിളങ്ങണെങ്കില് തരത്തില്ലടാ, പറ്റത്തില്ല. ആ ചക്കര ഞങ്ങള് വട്ടത്തിലിട്ട് നോക്കി കേട്ടാ. ഞങ്ങക്ക് പിള്ളേർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാം കേട്ടോ. പോസ് ചെയ്യണം 5x 2x 5 ഇതാണ്ടില്ല. ഈ ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ബാക്കി ഫില്ലിന്റെ ബ്ലാങ്ക്സ് അടിച്ചോ. അവൻ ഫോട്ടോ എടുത്തില്ലാണ്ട് കല്ലെടുത്ത് തരുന്നതാണ്. ലേശം ബുദ്ധിയും വിവരമില്ലാത്തമാരെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുത്തവിടെ ഗൊപ്പൊക്കെ അടിക്കുന്നുണ്ട്, ഒരുത്തത് അവിടെ നിരാശകാമുകൻ. ഗൈസ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു നമ്മളെന്തായാലും ഇവിടെ കുറേ നേരം നിൽക്കാൻ തുടങ്ങി. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഫോട്ടോസ് വീഡിയോസ്, പിന്നെ നല്ല രീതിക്ക് വൈബൊക്കെ അടിച്ച് നിൽക്കുക. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കാൻ പോണു കേട്ടാ. ശരി, ഇന്നത്തെ എക്സ്പീരിയൻസ് എനിക്ക് എന്താ പറയാ? നിനക്ക് എന്താ സെലിബ്രിറ്റിനെ കണ്ടുപിടിച്ചു. അതെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രിഡ്ജിന്റെ വക വേ പ്രോട്ടീൻ ഫ്രീ. സെലിബ്രിറ്റി ഇവിടെ മേലെ വന്ന് ഷർട്ട് അയച്ചപ്പോഴാണ് സെലിബ്രിറ്റി. അതെ ഓടി കാണിച്ചു. ബ്രോ കം ഹിയർ.
ഇരുന്നിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല ഗൈസ്, നമ്മുടെ ഇൻഫ്ലുവൻസർ നമ്മുടെ കൂടെയുള്ള എന്നെ കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളൂ. നമ്മുടെ എത്ര ആരും എത്തൂല വേറെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനി കാണാന്ന് വെച്ചാൽ ഈ വീഡിയോ കിട്ടിയോന്നറിയില്ല കേട്ടോ. അത് കിട്ടിയിട്ട് പൊടിയാ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ആക്കുക, ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ. അപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.